പ്രിയമുള്ള നാട്ടുകാരെ, ജനാധിപത്യ വിശ്വാസികളെ, പവർ കട്ടില്ലാത്ത കേരളം എന്നാണ് 10 വർഷമായിട്ട് പവർ കട്ടില്ലാത്ത കേരളം എന്നാണ് പിണറായി വിജയനും സഖാവും അവരുടെ സിംഗടികളൊക്കെ പറയുന്നത്. എന്നാൽ ഈ 10 വർഷമായിട്ട് നേരത്തെ കൂടംകുളം പദ്ധതി വരുന്നതിന് മുമ്പ് വരെ പവർ കട്ടൊക്കെ ഉണ്ടായിട്ടുണ്ട്. കൂടംകുളം പദ്ധതി വന്നപ്പോൾ ഇന്ത്യയിൽ മൊത്തം പവർ കട്ട് ഇല്ലാണ്ടായി. അച്യുതാനന്ദൻ അങ്ങേരെ നേരത്തെ ഈ കൂടംകുളം പദ്ധതി വരാതിരിക്കാൻ വേണ്ടി സമരം ചെയ്ത വ്യക്തിയാണ് CPM. ഇവർ കൊണ്ടുവന്ന ഒക്കെ കറക്റ്റ്, ബാക്കിയുള്ളവർ കൊണ്ടുവന്ന ഒന്നിനും പറ്റാത്തത്. അപ്പോൾ 4 പ്രാവശ്യമാണ് ഇദ്ദേഹം കറണ്ട് ബില്ല് കൂട്ടിയിരിക്കുന്നത്. എത്രയാണ് കറണ്ട് ബില്ല്? നേരത്തെ 600 ചില്ലാനുള്ള കറണ്ട് ബില്ല് ഇപ്പോൾ 2300 രൂപ ആയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ എല്ലാവരെയും കറണ്ട് ബില്ല് കേരളത്തിലെ എല്ലാവരെയും വർദ്ധിപ്പിച്ച് കൂടംകുളത്ത് നിന്ന് അണുവിൽ കിട്ടുന്ന വൈദ്യുതി കിട്ടുന്ന കടലിലെ രാമേശ്വരത്ത് പണിത ആ കൂടംകുളം പദ്ധതി മൻമോഹൻ സിംഗ് ഉദ്ഘാടനം ചെയ്ത പദ്ധതിയാണ്. അതിനുശേഷമാണ് പവർ കട്ട് ഇല്ലാതായത്. അല്ലാണ്ട് കേരളത്തിൻ്റെ ഇവരുടെ CPMൻ്റെ മുടുക്കുകൊണ്ടല്ല ഇന്ത്യയിൽ പവർ കട്ടില്ലായത്. നേരത്തെ തമിഴ്നാടൊക്കെ 10 മണിക്കൂർ പവർ കട്ടാണ്. ഇപ്പോൾ അത് വ്യവസായ സ്ഥാപനങ്ങളെല്ലാം തുറന്ന് പ്രവർത്തിക്കേണ്ട 24 മണിക്കൂറും പവർ കട്ടില്ലാണ്ടായിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ കേരളത്തിൽ എന്തോ ഇയാൾ ചെയ്തു എന്നാണ് പറയുന്നത്. പിണറായി വിജയൻ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അങ്ങനെയാണ് വെച്ചാൽ ചിറ്റൂർ കൃഷ്ണൻകുട്ടിയേട്ടനാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മുടെ അച്ചുവേട്ടൻ്റെ മകൻ അവിടെ പദയാത്ര നടത്തി 4 പ്രാവശ്യം കറണ്ട് ബില്ല് കൂട്ടിയതിന് അവാർഡ് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടാണ് പദയാത്ര നടത്തിയത്. അപ്പോൾ അതിൻ്റെ പേരിൽ CPMൻ്റെ ഭരണം ചിറ്റൂർ മുനിസിപ്പാലിറ്റി നഷ്ടപ്പെട്ടു. അത് തിരിച്ചറിയണം CPM. അതുമാത്രമല്ല, ഇവർ ഇരുട്ടിൽ തപ്പുകയാണ്. ഇവർ കൊണ്ടുവന്ന എല്ലാം നല്ലത്, ബാക്കിയുള്ളവർ കൊണ്ടുവന്ന കമ്പ്യൂട്ടർ കൊണ്ടുവന്ന അതിനെ എതിർത്തു, ട്രാക്ടർ കൊണ്ടുവന്നു അതിനെ എതിർത്തു. എല്ലാ വ്യവസായ സ്ഥാപനങ്ങൾ വരുന്നതൊക്കെ എതിർക്കുന്ന പരിപാടിയാണ് ഇവർ ചെയ്യുന്നത്. ഇവർ കൊണ്ടുവരുമ്പോൾ മാത്രം നല്ലത് എന്ന് പറയുന്നത് വിരോധാഭാസമാണ്. ഇത് ജനം തിരിച്ചറിയണം. പവർ കട്ട് ഇല്ലാത്തതിൻ്റെ പേരിലാണ് എന്ന് പറയുന്നത്. പവർ കട്ട് ഇപ്പോഴും രാത്രി ചില സമയങ്ങളിൽ പ്രഖ്യാപിത ലോഡ് ഷെഡിങ്ങിന് പിന്നെ അപ്രഖ്യാപിത ലോഡ് ഷെഡിങ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ രാത്രിയൊക്കെ ഇടയ്ക്കിടയ്ക്ക് കറണ്ട് പോകുന്നുണ്ട്, എന്നിട്ടോ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടൊന്നും മേനി പറയേണ്ട കാര്യമില്ല. UDFന് ഈ കേരളത്തിലെ ചരിത്ര വിജയമായിരിക്കും. അത് ആഘോഷിക്കാൻ കോൺഗ്രസ്സുകാർ ഉണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ടും എല്ലാവരും വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ടും നിർത്തുന്നു. ജയ് ഹിന്ദ്. ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, യൂട്യൂബ് എല്ലാമുണ്ട്. ലൈക്ക് എടുത്ത് ഷെയർ ചെയ്യണമെന്ന് വിനയപുരസ്സരം അഭ്യർത്ഥിക്കുന്നു.